അങ്ങനെ കഴിച്ച് നമ്മൾ ഇന്നൊരു ഷിപ്പ് ക്രൂ ബോട്ട് എടുത്തിട്ട് വേറെ 2 ഐലൻഡിലോട്ട് പോകാൻ പോകും. അതിനൊരു പാക്കേജിങ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ ടൂർ പാക്കേജൊക്കെ എടുക്കുന്ന ഷോപ്സ് ഉണ്ട്. അവിടെ വന്ന് എടുക്കാം. ഞാനിങ്ങനെ 2-3 ഇടത്ത് ഇന്നലെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ മെയിൻ ലാൻഡ്മാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സംഭവം. എനിക്കായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 850 പെസോസാണ്. 50 പെസോസ് എന്ന് പറയുമ്പോൾ ക്ലോസ്ലി $80. 80 ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതെടുത്ത് നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. ഇവിടെ ആക്ച്വലി 2 ഐലൻഡ് കവർ ചെയ്യും. ഒരു ബോട്ട് പോലെ, ഷിപ്പല്ല, വലിയ ഷിപ്പല്ല, ഒരു ചെറിയ ബോട്ട്. അതിലൊരു 10-40 പേര് കാണും. ചെറിയ ബോട്ടല്ല. പിന്നെ അതിനകത്ത് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. ബോട്ടിനകത്ത് ഇത് ലൈക്ക് വോട്ട് യു സേ ഡ്രിങ്ക്സ് ഇൻക്ലൂഡ്. പിന്നെ അവിടെ ഐലൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ടി വരും. പിന്നെ ഐലൻഡിൽ അവിടെ എന്തൊക്കെ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അത് ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡ് അല്ല. അത് വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തെടുക്കണം. അപ്പോൾ ഈ 2 ഐലൻഡിൽ പോകുന്ന അവിടെ ബീച്ചസ് ഉണ്ട്. അതൊക്കെ കവർ ചെയ്ത് തരാം. എനിവേസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഗൈസ്. കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറുന്നത്. ഇത് ഇവിടുത്തെ മെയിൻ ലാൻഡ്മാർക്ക്. ഇവിടെ വന്ന് നിന്നാൽ മതി. ഇവിടെ ആക്ച്വലി ഒരുപാട് ടൂർ പാക്കേജസ് സെല്ല് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ബട്ട് സ്റ്റിൽ ഒരു വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എല്ലാവരും 50 പെസോസൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ ചോദിക്കുമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിവേസ് ഇനി നമ്മൾ വെയിറ്റിംഗ് ആണ്. ബോട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ കയറും. ഒരു 10-40 പേരുണ്ട്. ഈ മറ്റേ തൊപ്പിയിട്ട് നിൽക്കുന്ന ആ ചേച്ചിയാണ് നമ്മുടെ ഇവിടെ ഈ ഒരു ടീമിനെ ഗൈഡ് ചെയ്യുന്നത്. പുള്ളിക്കാർ ഇവിടെ വന്ന് എല്ലാവരുടെയും ഇപ്പോൾ എന്ത് ടൈപ്പ് ഫുഡ് അവർക്ക് കുറേ പാക്കേജസൊക്കെ ഉണ്ട്. അതിലേതാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എനിക്ക് നീ നിൽക്കുന്നവരൊക്കെ പോകാൻ നിൽക്കുക. അപ്പോൾ കട്ടയ്ക്കുള്ള പോലെ കട്ട വെയിറ്റിംഗ് ഗൈസ്. നല്ല ചൂടുമുണ്ട്. മിക്കവാറും തിരിച്ചു വരുമ്പോഴത്തേനും ഉരുകും ഗൈസ്. ഏതായാലും അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ബീച്ചൊക്കെ രാവിലെ നല്ല ലൈവായിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി വന്ന് നമ്മൾ ഈ അംബ്രേലയൊക്കെ അത് എനിക്കൊന്ന് റെൻറ്റ് ചെയ്യുവാന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ബോട്ട് വരുമെന്ന് പറഞ്ഞത്. നമ്മുടെ ആ ടൂർ ഗൈഡും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ ഗൈസ്, ഇത് വൻ സെറ്റപ്പ് ആയിരിക്കും ഗൈസ്. ഈ വീഡിയോ വേറെ തന്നെ വൈബായിരിക്കും. മിക്കവാറും ഈ പോകുന്ന ലെവലിലായിരിക്കത്തില്ല ഞാൻ തിരിച്ചു വരുന്നത്. പുഴുങ്ങിയായിരിക്കും. നല്ല ചൂടാണ്. വെയിറ്റിംഗ് ആണ്. ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു വ്യൂ പോയിൻറ്റും കൂടെയാണ്. ഇവിടെ ഈ അങ്ങോട്ട് കാണുന്നതൊക്കെ ഇവിടുത്തെ മേജർ റിസോർട്ട്സൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ഔട്ട്സ്കേർട്സിലുള്ള റിസോർട്ട്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മെയിനായിട്ടുള്ള റിസോർട്ട്സൊക്കെ ഈ സൈഡിൽ തന്നെ. ലൈക്ക് ഇവിടുന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. പക്ഷേ ഒരു വലിയ ഏക്കർ കണക്കിന് കിടക്കുന്നതാണ് ഓരോ റിസോർട്ടും. പിന്നെ അവിടെയാണ് പ്രൈവറ്റ് ബോട്ട്സും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കും ബോട്ട് കയറേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ബോട്ട്സ് കിടപ്പുണ്ട്. ചെറുതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ചെറിയ ബോട്ട് എടുത്ത് വേണേൽ നമുക്ക് മാത്രമായിട്ടൊക്കെ വേണേൽ പോകാം. പക്ഷേ അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഒരു 10-40 പേരുള്ളൊരു ബോട്ടാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ വരുമെന്നാണ് അറിഞ്ഞത്. പിന്നെ ബീച്ചൊക്കെ വൻ ലൈവാണ് കേസ്. രാവിലെ തൊട്ട് വെയിറ്റിംഗ്. ഈ ബോട്ടിലാണ് തോന്നുന്നു നമ്മൾ പോകുന്നത്. ഇപ്പോൾ ആണെന്ന് തോന്നുന്നല്ല, ഇത് തന്നെയാണ് സംഭവം. ഇപ്പോൾ ജില്ലനകത്തോട്ട് കയറുക. Por favor. ¿Entendió? El cambio. Venga. No lo avienta, venga. ഈ ചെറിയ ബോട്ടിൽ നമ്മൾ ചെന്നിട്ട് അതിൽ ചെന്ന് കയറും. അവിടെ ആ വലിയ ബോട്ട് കിടപ്പുണ്ട്. കാരണം അത് ഇനി വരെ അടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ ബോട്ടിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു 100 മേലെ ആളുകളുണ്ട്. ഈ പാക്കേജ് വരുന്നവർ പല ഈ ടൂർ കമ്പനീസ് എല്ലാം കൂടെ ചേർന്ന് എനിക്ക് ഈ ഒരൊറ്റ ബോട്ടല്ല ഇവരെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ ഷിപ്പിനകത്ത് കയറി. ഇതിനകത്ത് എനിക്കൊന്ന് DJ പാർട്ടി വേറൊരു വൈബാന്ന് തോന്നുന്നു. വൻ എലികളി മാഫിയാന്ന് തോന്നുന്നു. ഇവിടുന്ന് അവർ ആ മറ്റേ ചെറിയ ബോട്ടിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ അവിടുന്നാണ് വന്നത്. അവിടുന്ന് നമ്മളെ ഈ ചെറിയ ബോട്ടിൽ നമ്മൾ വന്ന ബോട്ടായത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഈ ബോട്ടിലോട്ട് എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇനി ഒരു സെറ്റ് ആൾ ഒരു ബോട്ടിലൂടെ ഉള്ള ആളുണ്ടെന്ന് തോന്നുന്നു അതിന് വെയിറ്റിങ്.
ബോട്ടിൻ്റെ മേളിൽ വന്നു, റൂഫ് ടോപ്പിൽ വന്നു. നമ്മളിപ്പോൾ അതുകൊണ്ട് ആ ഐലൻഡ് ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ അങ്ങോട്ട് പോകും, പിന്നെ വേറൊരു ഐലൻഡിലോട്ടൂടെ പോകും. ഇവിടെ എനിക്ക് തോന്നുന്നൊരു 1 hour ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്നോർക്കലിംഗ് ആക്ടിവിറ്റി അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അവർ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാം. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അവർ ആ ചെറിയ ബോട്ടിൽ നിന്ന് നമ്മൾ എടുത്ത് ചാടുമായിരിക്കും വേണ്ടത്. ഇവിടെ നമ്മളൊരു സൈഡിലോട്ട് അടുപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ആ ചെറിയ ബോട്ടിലോട്ട് മാറ്റും. ഇപ്പോൾ കണ്ടില്ല, അവിടെ ആ കേവിനകത്തോട്ടൊക്കെ നമുക്ക് സ്വിം ചെയ്ത് പോകാം. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ട്സ് ആയിരിക്കും കൈസ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ബോട്ടായിട്ട് നമുക്ക് റെൻറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ ആയിട്ട് തന്നെ നമ്മൾ ഈ ട്രാൻസ്ഫറിങ് ഒന്നുമില്ല. ആ ബോട്ടിൽ തന്നെ കണ്ടില്ല, അവിടെ കണ്ടില്ലേ, അതിൽ തന്നെ അകത്ത് കൊണ്ട് എല്ലാം കാണിച്ചിട്ട് എനിക്ക് പോരും. പക്ഷേ അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. കേവിലോട്ട് നമുക്ക് സ്വിം ചെയ്ത് പോകാം. ഞാനും ഏതായാലും ചാടാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ വേറെ ആരും ഉണ്ടോ എന്ന് അറിയത്തില്ല. ആരും എനിക്ക് ക്യാമറ കൊടുത്തു നോക്കട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ എടുത്ത് ചാടി. കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇതൊരു 1 time എക്സ്പീരിയൻസ് ആണ്. അത് കാണുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ വരും, എന്നാലും ഒന്നും പേടിക്കണ്ട, എടുത്തങ്ങ് ചാടുക. വൈബാണ് ഗൈസ്, സൂപ്പർ സംഭവമായിരുന്നു. ഈ ചൂടിനിടയ്ക്ക് ഇതെടുത്ത് ചാടിയപ്പോഴത്തേനും എനിവേസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നടുക്കടലിൽ ആദ്യമായി എടുത്ത് ചാടി, വൈബ്. ഇവിടെ ഡ്രിങ്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്താ നോക്കാം ഉള്ളത്. ജ്യൂസ് ഉണ്ട്, ബിയറുണ്ട്, ആൽക്കഹോളുണ്ട്. എന്താ നോക്കിയെടുക്കാം. Hola, bro. ¿Tequila? Si gustas una margarita. Ya. Oh my god, bro. Thank you, sir. ഞാനൊരു മാർഗരീറ്റ എടുത്ത് ഗൈസ്. സ്നോർക്കലിംഗ് ചെയ്തപ്പോൾ മിസ്സായതാണ് ഇവിടെ കണ്ട് നമ്മുടെ ഒരു ബോട്ടുകാരൻ വേറെ പിന്നെ നമ്മുടെ ബോട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആള് മിസ്സായതാ. എനിവേസ് അതൊരു വൻ സേവിങ് ആയിരുന്നു. എന്തായാലും അവൾ എടുത്ത് ചാടി കയറി കേട്ടോ ഗൈസ്, വേറെ വൈബ്. ബോട്ടിലിപ്പോൾ മൊത്തത്തിലൊരു വൈബാണ് ഗൈസ്. എനിവേസ് എല്ലാവരും വെള്ളത്തിലൊക്കെ ചാടി ആകെ പാടിച്ച് ടയർഡായിട്ട് നിൽക്കും. എനിവേസ് മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര വൈബാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത ബീച്ചിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് നല്ല വൈബ് സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതൊരു ഭയങ്കര ടൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാം. കണ്ട അവിടെ പാരാസ്ലൈഡിങ് ഒക്കെ ഉണ്ട്, വൺ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ അമിഗോസ് അങ്ങനെ ഗൈസ് ഇവിടുന്ന് നമ്മുടെ ഈ ബോട്ട് അവിടെ അടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ ബോട്ടിൽ നമ്മളെ കയറ്റി ആ ബീച്ചിൽ കൊണ്ടിറക്കും. ഇവിടെ നിന്ന് നോക്കുന്നതാണ് നമ്മുടെ നാട്ടിലേക്കോട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ഫുള്ള് മൊത്തം തെങ്ങ്, ആ ഒരു സെറ്റപ്പ്. ആക്ച്വലി ഇന്നലെ നമ്മൾ ആ ഈവനിങ് വാക്കിനൊക്കെ പോയപ്പോൾ അവിടെ ഈ കള്ള് പോലത്തെ സാധനം വിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അന്നേരം തോന്നി നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങും കള്ളായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പം മനസ്സിലായി ഇവിടെ ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കള്ള് തന്നെ. ഒരു പറയുന്നത് മയാമി ബീച്ച് പോലെ ഉണ്ടെന്ന്. അടിപൊളിയാണ് ഗൈസ്. ഫോട്ടോ ഒക്കെ എടുക്കാം. അതിന് നമ്മൾ എന്തെങ്കിലും ടിപ്പ് കൊടുത്താൽ മതി. ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല എടുക്കണം വേണ്ട. അത് കണ്ടിട്ട് തന്നെ പേടിയാത്. പക്ഷെ അത് ഭയങ്കര ഒരു പെറ്റാണത്. ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. സംഭവം സെറ്റാണ്. യൂഷ്വലി ഒരു ഐലൻഡിൽ വന്നപ്പോൾ യൂഷ്വലി ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ ഒത്തിരി കൂടുതൽ വരണ്ട. പക്ഷേ ഇല്ല, ഇത് നോർമൽ റേറ്റേ ഉള്ളൂ. കണ്ടിടത്തോളം മെക്സിക്കൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആളുകളാണ് കേസ്. ഒരു രീതിയിലുള്ള സ്കാംസോ അല്ലെങ്കിൽ ഓവർ ചാർജിങ്ങോ ഒന്നുമില്ല. ടിപ്പൊന്നും അവർ ചോദിച്ച് മേടിക്കത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വേഗസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ടിപ്പ് കൊടുത്തില്ല അവർ ചൂടാവും, ആ ഒരു സെറ്റപ്പ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ടിപ്പ് കൊടുത്താൽ അവർ ഹാപ്പി, കൊടുത്തില്ലെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല. കേസ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഇത് ഫിഷാണ് ഞാൻ പറഞ്ഞത്. ഫിഷ്, പിന്നെ ഇത് സാൽസ, ഇതെന്താണ് ഇത് മറ്റേ ടാക്കോസ് പോലത്തെ ടാക്കോസ് പോലത്തെ എന്താ സംഭവം. ഇച്ചിരി സാലഡുണ്ട്, ചെറിയ റൈസ്. എനിവേസ് ഗൈസ്
ഞാൻ ചെറുതായിട്ട് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റായി. ഇവിടെ വേറെ അല്ലാതെ ഹോഴ്സ് റൈഡിങ് അങ്ങനെ ഒത്തിരി വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഒരു ബിയറും ഒരു മാർഗരീറ്റയും വാങ്ങി എക്സ്ട്രാ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ വന്ന് നമ്മളെന്തിനും വാങ്ങുവാണെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ഈ ഫുഡ് ഫ്രീ ആണ്. ഫുഡ് നമ്മുടെ പാക്കേജിലുള്ളത്. പ്ലസ് നമ്മുടെ ഷിപ്പിനകത്ത് ഐ മീൻ ബോട്ടിനകത്ത് ഡ്രിങ്ക്സ് ഫ്രീയാണ്. എനിവേസ് ഇതിവിടെ കൊണ്ട് അങ്ങ് എൻഡ് ചെയ്യുക ഗൈസ്. നാളെ നമ്മളൊരു ഓൾ ഇൻക്ലൂസീവ് എടുത്തിട്ടുണ്ട് 2 ദിവസം. ഇനി അത് കാണിക്കാം. സെറ്റ്. കീപ് സപ്പോർട്ടിങ്.